ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് പേര് ഇപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ കളിക്കുന്നതിലൂടെ നിങ്ങളെ കൂടെ കാണിക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എപ്പിസോഡ് 1 ആയതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഗോൾ എന്ന് പറയുമ്പോൾ ഒന്ന് അയൺ ടൂൾസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഒരു വില്ലേജ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ മരം മുറിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മരം മുറിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലാങ്ക്സ് ആക്കിയിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വുഡൻ ടൂൾസിനായിട്ടുള്ള കുറച്ച് സ്റ്റിക്കും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് ഒരു പിക്കാക്സ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും അതിനെ ആദ്യം ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോൺ ഒപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. സ്റ്റോണാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. കുറച്ച് സ്റ്റോൺ ഒപ്പിക്കട്ടെ. ഇവിടെ നല്ല ആഴത്തിലാണ് തോന്നുന്നു സ്റ്റോൺ ഉള്ളത്. ഫുൾ ഡേർട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്ക്. നമ്മളങ്ങനെ കോബിൾ സ്റ്റോണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ ടൂൾസിലോട്ടൊന്ന് അപ്ഗ്രേഡ് ആയേക്കാം. സ്റ്റോൺ ടൂൾസ് ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. റാക്സും പിക്കാക്സും ആണ് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത്. നമുക്കൊരു ഷവലും കൂടെ ഉണ്ടാക്കി വെച്ചേക്കാം. ഷവൽ എപ്പോഴാണ് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ എടുത്ത് വെച്ചേക്കാം. എപ്പോഴാണ് ഇത് ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല. എപ്പോഴും നമ്മൾ ക്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് കുറച്ച് ഷീപ്പിനെ തെളിക്കൊന്നിട്ട് കുറച്ച് വൂള് കിട്ടുമോ നോക്കാം. വൂളുണ്ടായാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു വൈറ്റ് ഷീപ്പ് വയ്ക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിന് തന്നെ അങ്ങ് തട്ടാം. നമുക്ക് തൽക്കാലം ഇപ്പോൾ ബ്ലാക്ക് ഷീപ്പിനെ വേണ്ട. ബെഡ് ഉണ്ടാക്കണ വൈറ്റ് ബോളാണ്. നമുക്കിപ്പോൾ ഒരു വൈറ്റ് ബോൾ കിട്ടിയതുകൊണ്ട് നമുക്കിനി വൈറ്റ് ബോൾ തന്നെ തപ്പാം. ഞാൻ കുറച്ച് വൂൾ ഒപ്പിക്കട്ടെ. അങ്ങനെ ബെഡ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് റീസ്പോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പ്ലീസ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആയിട്ട് ഒരു കേവ് ഉണ്ട്. നമുക്ക് ഈ കയ്യിലുള്ള ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ആ കേവിൽ ഒന്ന് ഇറങ്ങി നോക്കാം. അയണൊക്കെ കിട്ടുമെങ്കിൽ നല്ലതാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഫർണസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കോബിൾ സ്റ്റോൺ ഒന്ന് വെട്ടിയെടുക്കാം. 10 കോബിൾ സ്റ്റോൺ മതി. 10 കോബിൾ സ്റ്റോൺ തൽക്കാലം കിട്ടിയിട്ടുണ്ട്. ആ ക്രാഫ്റ്റിംഗ് ടേബിളും ബെഡും ഞാൻ എവിടെയോ കളഞ്ഞിട്ട് വന്നു. ഇനി നമുക്ക് അതൊന്നും കൂടെ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. 2 വൂൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരു വൂൾ നമുക്ക് എവിടെയെങ്കിലും ഒപ്പിക്കാം. നമ്മളങ്ങനെ ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫർണസ് ഇവിടെ വെച്ച് നമുക്ക് ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തൽക്കാലം ഇപ്പോൾ നമ്മുടെ വുഡേ ഉള്ളൂ. കോളം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഇത് കുക്ക് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ കേവിലാണ് നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോകുന്നത്. നേരത്തെ കൊന്ന ഒരു ഷീപ്പിൻ്റെ വൂൾ അവിടെ കിടപ്പുണ്ട്. അത് തൽക്കാലം ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ല. അങ്ങോട്ട് പോകാനായിട്ട് നമ്മുടെ കയ്യിൽ അധികം ബ്ലോക്സ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കുഴിച്ച് താഴോട്ട് ഇറങ്ങി നോക്കാം. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് അയണാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറി പോകാം. അധികം താഴോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ ആർമറൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം താഴോട്ട് പോകുന്നില്ല. 3 ഹാർട്ട് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. വേണ്ട താഴെ അയൺ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും തൽക്കാലം അതൊന്നും എടുക്കാം. അയൺ സ്മെൽറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ അധികം കോളൊന്നുമില്ല. അതുപോലെ കോളേ നമ്മുടെ ഇല്ല. എന്തായാലും ഈ അയണൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഈ അയണൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. പീസ് അത്ര അയണാണ്. നമുക്ക് 10 പീസ് അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് വലിയൊരു വെയിനായിരുന്നു. അത്യാവശ്യം വലിയൊരു വെയിനായിരുന്നു. കുഴപ്പമില്ലാത്ത വെയിനായിരുന്നു. താഴോട്ടൊന്നും അയൺ കാണുന്നില്ല. ഓക്കെ, സ്വന്തം സൈഡിലായിട്ട് കുറച്ച് അയണുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് ബ്രിഡ്ജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതാകെ 5 പീസ് അയണായിരുന്നു ആകെ ഉള്ളത്. നമുക്കങ്ങനെ 15 പീസ് അയണായിട്ടുണ്ട്. കുറച്ച് കോപ്പറൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. എന്തായാലും ഒന്ന് മണ്ടയിലോട്ട് കയറട്ടെ. ഞാനെന്നാൽ ഒന്ന് മണ്ടേ കയറിയിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ മണ്ടേ വന്നിട്ടുണ്ട്. ഇവിടെ രാത്രി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ബെഡൊന്നുമില്ല. ഞാനൊരു ഷീപ്പിനെ കിട്ടുമോ നോക്കട്ട്. ഷീപ്പിനെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാനൊരു കുരി വെട്ടി ഇവിടെ ഇരുന്നതാണ്. ഞാനിതിവിടെ AFK വെച്ചിട്ട് പോയിരുന്നു. വരാനായിട്ട് കുറച്ച് താമസിച്ചുകൊണ്ട് നമ്മൾ ഡേ 3 ആയിട്ടുണ്ട്. ഒരു ഡേ ഫുള്ള് നമ്മളിതിൻ്റെ അകത്തായിപ്പോയി. നമുക്ക് വെറുതെ ഡേ വേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയൊരു വില്ലേജ് അങ്ങനെ കിട്ടുമെന്ന് തപ്പി നോക്കാം. എന്തായാലും ഈ ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസും കൂടെ എടുത്തിട്ട് നമുക്കൊരു വില്ലേജ് തപ്പാനായിട്ട് പോകാം. വില്ലേജോട് അടുത്തെങ്ങാനും കാണുമെന്നാണ് തോന്നുന്നത്. ഇതൊരു പ്ലെയിൻസ് പോലെയൊക്കെയാണ് തോന്നുന്നത്.
അപ്പോൾ വില്ലേജ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളാണ്ട് ഈ കോളും കൂടെ വെച്ചിട്ട് അയണൊന്നും ഒരുക്കിയെടുത്ത് നമുക്ക് എന്തെങ്കിലും ആർമറോ ടൂൾസോ അങ്ങനെ ഒന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതൊന്ന് ഉരുകട്ടെ എന്നിട്ട്. ഓക്കെ, അപ്പോൾ ഉരുകി കിട്ടിയിട്ടുണ്ട്. അയണൊക്കെ നമ്മൾ സ്മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കുകയാണ്. ആ ക്രീപ്പർ വന്നത് ഞാൻ കണ്ടില്ല, ഞാനത് പിന്നെയാണ് കണ്ടത്. ഇത് മൊത്തം പൊട്ടിപ്പോയി. കുറച്ച് ടൂൾസോ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ പിക്കാക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ലെഗിൻസും ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഉള്ള അയണൊക്കെ തീർന്ന്. എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊന്നും ഇടാം. ചെസ്റ്റ് പ്ലേസ് ഉണ്ടാക്കുന്നതായിരുന്നു നല്ലത്. ബട്ട് ഞാൻ വിചാരിച്ച അയൺ കിട്ടുമെന്നാണ് വിചാരിച്ചത്. 15 അയണ ഉള്ളായിരുന്നു. എന്തായാലും നമ്മളൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു വില്ലേജ് അപ്പോൾ പോകുന്നതാണ് നല്ലത്. നമ്മുടെ വീടിൻ്റെ ഗോളും അതാണ്, നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും ഒരു വില്ലേജ് കിട്ടുമെന്ന് നോക്കട്ടെ. നമുക്ക് എന്തായാലും പോയിട്ട് ഒരു വില്ലേജ് കണ്ടുപിടിക്കാം. ഒരു ഇവിടെ ആയിട്ടൊരു കടലുണ്ട്. നമുക്ക് കടൽ വഴി പോയിട്ട് വില്ലേജ് ആക്കുന്നതായിരിക്കും എളുപ്പം. ഇവിടെ ഈ ഏരിയയിലൊന്നും കുറച്ച് നോക്കിയിട്ട് വില്ലേജ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഈ കടൽ വഴി ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ഷീപ്പ് ഇപ്പോൾ നമുക്ക് അതിനെ കൂടെ തല്ലി കൊന്നേക്കാം. ഓക്കെ, നമുക്കങ്ങനെ ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് ഈ ഒരു കടലിൽ കൂടെ വരുവാണ്. അന്നേരമാണ് നമുക്കൊരു വില്ലേജ് കിട്ടിയത്. നമുക്ക് എന്തായാലും ബോട്ടിങ് ഇട്ടിട്ട് ആ വില്ലേജ് എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കിയിട്ട് വരാം. ഈ ബോട്ട് നമുക്ക് എന്തായാലും പൊട്ടിച്ചെടുത്തൊക്കെ ആവശ്യം വരും. അല്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ. അത് നമുക്ക് ആവശ്യം വരില്ല. ഹായ് ബ്രോ, ഇവിടെ കുറേ വില്ലേജസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ വീടിൻ്റെ അകത്തൊക്കെ വല്ലതൊക്കെ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. നമുക്ക് ആദ്യം തന്നെ ഈ വീടിൻ്റെ അകത്ത് കയറിയിട്ട് റീസ്പോൺ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ബെഡ് എന്തായാലും കളഞ്ഞു പോയിട്ടുണ്ട്. റീസ്പോൺ സെറ്റ് ചെയ്യാം. ബേബി വില്ലേജറൊക്കെ പോകുന്നുണ്ട്. വേണ്ട, നമുക്ക് കുറച്ച് വില്ലേജസിനെ പിടിച്ച് പൂട്ടിയിടാൻ കഴിച്ചു. നമുക്ക് ഇനി ഭാവിയിൽ ബ്രീഡറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വില്ലേജസിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് വില്ലേജസ് ഉണ്ടെങ്കിൽ ഒന്ന് പൂട്ടിയിടാം. അല്ലെങ്കിൽ ഇവരൊക്കെ ഡീസ്പോൺ ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവരൊക്കെ ഡീസ്പോൺ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വേൾഡിൽ കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ വേറെ വില്ലേജ് അപ്പിയൊക്കെ പോകേണ്ടി വരും. നമുക്ക് ഇവിടെ നിന്ന് സെറ്റിൽ ആവാനും പറ്റില്ല. ഏതോ ദാരിദ്ര്യം പിടിച്ച വില്ലേജ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ബാരെല്ലാം ഒരു കുന്തവും ഇല്ല. ഇവിടെ ആയിട്ട് ഒരു ബെഡുണ്ട്. വില്ലേജസ് ഒന്നും അവരുടെ വീടിൻ്റെ അത് കയറി ഇരിക്കാം. നമുക്ക് എന്തായാലും നൈറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നൈറ്റ് ആവാറായിട്ടുണ്ട്. ഇതിനകത്തൊരു വില്ലേജർ കയറി പോയിട്ടുണ്ട്. നമുക്ക് ഇതിനെ പിടിച്ച് കൂട്ടിയിടാം. വീടിൻ്റെ അകത്തോട്ട് കയറി കിടന്ന് ഉറങ്ങാം. അതിന് മുമ്പ് നമുക്ക് ഇവനെ അങ്ങ് പൂട്ടിയിട്ടേക്കാം. ഇവനെ പൂട്ടിയിട്ടില്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഇവൻ ഇറങ്ങിയിട്ട് പോകും. ഓക്കെ, അങ്ങനെ അടുത്ത ഡേ ആയിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ റൂഫ് പൊളിച്ച് പോകുന്നതായിരിക്കും എളുപ്പം. ഇല്ലെങ്കിൽ നമ്മൾ ഡോർ തുറക്കുമ്പോഴത്തേക്കും നമ്മളെക്കാൾ മുമ്പേ ഇറങ്ങിപ്പോകും. നമുക്ക് എന്തായാലും ഈ റൂഫും പൊളിച്ച് വെളിയിലോട്ടങ്ങ് ചാടുന്ന എളുപ്പം. ഇവിടെ ഒരു അയൺ ഗോളം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയും കൂടെ തല്ലിക്കൊന്ന് കുറച്ച് അയൺ കിട്ടിയേനെ. അയൺ ഗോളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. കുറച്ച് അയൺ കിട്ടും. മിനിമം 4 അയണയിൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു സോഡ് ഉണ്ടാക്കാറുണ്ട്. സോഡും അത്യാവശ്യമാണ്. പിക്കാക്സും സോഡുമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ടൂള്. ഇവിടെ ഒരു ക്രീപ്പറും സ്പൈഡറൊക്കെ നിൽപ്പുണ്ട്. അവരുടെ കണ്ണിപ്പെടാതെ നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങ് പോകാം. 2 വില്ലേജറിനെ ഇന്നലെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പൊട്ടറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ആ പൊട്ടറ്റ മൊത്തം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഷീപ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഷീപ്പിനെ ചെയ്തിട്ടുള്ള കേസ് ഒരു അയൺ ഗോളം നിൽക്കും. നമുക്ക് അവനെ അങ്ങ് തട്ടാം. അവനെ തട്ടി കുറച്ച് ഇവനെ തട്ടി കഴിഞ്ഞാൽ കുറച്ച് അയൺ കിട്ടുമെന്ന് തോന്നുന്നു. ഓ ഗൈസ്, അവൻ നമ്മളെ തട്ടി വീണ്ടും മണ്ടേ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണ് ഇറങ്ങുന്നത്? ഇവിടെ നിന്നുകൊണ്ട് അവനെ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ വീടിൻ്റെ റൂഫ് പൊളിച്ചിട്ട് അകത്തിറങ്ങിയിട്ട് ആ ഗ്ലാസ്സിൽ കൂടി ഇവനെ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നമുക്ക് എന്തായാലും ഈ ഫുഡൊന്ന് കഴിച്ചിട്ട് അകത്തോട്ട് ചാടാം. നമ്മുടെ ഹെൽത്ത് ഒന്ന് റീജനറേറ്റ് ആവണം. നമ്മളിൽ ഈ ഫാളിൽ ചിലപ്പോൾ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഡെഡ് ആയി കഴിഞ്ഞാൽ അവൻ അടിക്കുന്നത് ഒരേപോലെ ആയി പോകും. അതുകൊണ്ട് എന്തായാലും നമുക്ക് ചാടിയിട്ട് കറക്റ്റായിട്ട് പോട്ടെ. ഈ ഗ്ലാസിൻ്റെ അവിടെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവനെ അങ്ങ് തല്ലി കൊന്നേക്കാം. ഇവെന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ഡാമേജ് വരുന്നുണ്ട്. സ്റ്റോൺ ആയാലും സ്റ്റോൺ സോഡാണെങ്കിലും അവൻ പെട്ടെന്ന് ചത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് അവൻ്റെ അയൺ കൂടെ എടുത്തിട്ട് വരാം. ഇപ്പോൾ അയൺ കോളം പോപ്പി ഡ്രോപ്പ് ചെയ്യത്തില്ല. ഇപ്പോൾ ഞാൻ 2-3 അയൺ കോളത്തിന് ഇതിന് മുമ്പ് കളിച്ചപ്പോഴും പോപ്പി ഒന്നും അവർ ഡ്രോപ്പ് ചെയ്യുന്നില്ലായിരുന്നു. ഇത് നമുക്ക് ഇതോട്ട് വെച്ചിട്ട് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് നമുക്കൊരു സോഡ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കുന്നതിന് ഇത്ര അയൺ പോരാ. ഇവിടെ വേറെ അയണൊന്നും ഞാൻ കാണുന്നുമില്ല. ഇവിടുത്തെ ഞാൻ അയൺ കോളത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് ചെയ്തതാണ്. ഇവിടെ ഒരു വില്ലേജർ ഇപ്പോൾ ഉണ്ട്. അവൻ്റെ ട്രേഡ് എന്താണെന്ന് നോക്കിയേക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, അവൻ ബീട്രൂട്ടിന് 15 ബീട്രൂട്ടിന് ഒരു എമറാൾഡാണ്. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് അവൻ്റെ തന്നെ കൊടുക്കാം. ഫസ്റ്റ് ട്രേഡാണ്. ഓക്കെ, 15 ബീട്രൂട്ട് ആയി കാണും. നമുക്ക് എന്തായാലും അവനൊന്ന് ട്രേഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എമറാൾഡാണ് ഈ വേൾഡിലെ. ഈ വില്ലേജിൻ്റെ ചെസ്റ്റുകളിലൊന്നും ഒന്നും ഇല്ല. ഞാനിവിടെ കുറേ വീടുകളിലൊക്കെ കയറി നോക്കി. നമ്മുടെ ഈ വീട്ടിലും കൂടെ ഒന്ന് കയറി നോക്കിയേക്കാം.
ഈ വീട്ടിൽ നേരത്തെ വന്നപ്പോൾ ഒരു സോംബി നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനമൊക്കെ ഉണ്ട്. എമറാൾഡും ബ്രെഡും കുറച്ച് പൊട്ടറ്റോ ഉണ്ട്. എമറാൾഡും ബ്രെഡും നമുക്ക് ആവശ്യമുണ്ട്. പൊട്ടറ്റോ നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടിയായിരുന്നു, അതുകൊണ്ട് അത് വലിയ ആവശ്യമില്ല. നമുക്ക് പോർട്ടർ ഉണ്ടാക്കാനായിട്ടൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ലാഭമുണ്ട്, അതുകൊണ്ട് നമുക്ക് പോർട്ടർ ഉണ്ടാക്കുന്നതിനൊന്നും സീനില്ല. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു സ്റ്റോൺ കട്ടർ ഇരിപ്പുണ്ടായിരുന്നു, ഈ വില്ലേജറിനെ കൂടെ ഒന്ന് അടച്ചിട്ടേക്കാം. നമ്മളെന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു വീട് ഇവിടെ എവിടെയും തന്നെ ഒന്ന് തട്ടിക്കൂട്ടാനാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കയറിയതാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമ്മളെന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മളിവിടെ ഒരു വീടും തട്ടിക്കൂട്ടി ഫുൾ അയൺ ആർമറും ടൂൾസും ആവണമെന്നാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.